സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ടോപ്പ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് ആരാണ്? ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് നേടിയത് ആരാണ്? അശോകൻ ചെരുവിൽ. കൃതി ഏതാണ്? കാട്ടൂർ കടവ് എന്ന നോവലിനാണ്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. കേരളത്തോടൊപ്പം തന്നെ ഒന്നാം സ്ഥാനം പങ്കിട്ടത് ഉത്തരാഖണ്ഡാണ്. കേരളവും ഉത്തരാഖണ്ഡുമാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഒന്നാമതെത്തിയത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 എന്തായിട്ട് ആചരിക്കുവാനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? ഭരണഘടന ഹത്യാ ദിനമായിട്ട്. അപ്പൊ ഭരണഘടന ഹത്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂൺ 25 ജൂൺ 25. നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര്. നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര് ഇന്ദ്രധനുസ് എന്നാണ്. ഇന്ദ്രധനുസ്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ആരാണ്? തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിനാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. 2024 ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ട് കാർഡ്സ് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യക്കാരൻ. ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യക്കാരൻ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. 2024 സെപ്റ്റംബറിൽ പുറത്തു വന്ന FSSAI റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത്. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് കേരളമാണ്. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. OR കേളു. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേര്. കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതുക്കിയ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നത്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ICRT ഇന്ത്യ ചാപ്റ്ററിന്റെ 2024 ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതി ഏതാണ്? ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യ ചാപ്റ്ററിന്റെ 2024 ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതിയാണ് ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. ശാരദ മുരളീധരൻ. ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് ആണ് റൂമി 1 RHUMI-1. 2024 ICC വനിതാ 2020 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ സജന സജീവനും ആശാ ശോഭനയുമാണ്. 2024 ICC വനിതാ 2020 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ സജന സജീവൻ, ആശാ ശോഭന. ISRO തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനം റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? പുഷ്പകാണ്. ISRO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പുനരുപയോഗ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി കോർബ ജില്ലയാണ്. ഛത്തീസ്ഗഡില് കോർബ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം ഖനി നിലവിൽ വരുന്നത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ്
അവനി ലേഖ്ര. അവനി ലേഖ്ര. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെട്ട മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ്? ഏറ്റവും കൂടുതൽ പേർ ഏത് സംസ്ഥാനത്ത് നിന്നുമായിരുന്നു? ഹരിയാനയിൽ നിന്നുമായിരുന്നു 24 പേർ. കേരളത്തിൽ നിന്നും എത്ര പേരാണ്? 7 പേരാണ്. സംസ്ഥാനത്തെ പുതിയ ലോകായുക്തയായിട്ട് നിയമിതനായത്? സംസ്ഥാനത്തെ പുതിയ ലോകായുക്ത N. അനിൽകുമാർ ആണ്. N. അനിൽകുമാർ. 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി? 2024 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കൊച്ചി. 2024 ജൂലൈയിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴയാണ്. കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മലിനമായ നദി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറ്റുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തുന്ന പദ്ധതി ഡിജി കേരളം പദ്ധതിയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ശ്രീലങ്കയാണ്. 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത് ശ്രീലങ്ക. ദേഹം എന്ന നോവലിന്റെ രചയിതാവ്? ദേഹം നോവലിന്റെ പേര് ദേഹം. രചയിതാവ് അജയ് പി മങ്ങാട്ടാണ്. അജയ് പി മങ്ങാട്ട്. മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി? മണിപ്പൂർ സംഘർഷത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഗീതാ മിത്തൽ കമ്മിറ്റി. കമ്മിറ്റിയുടെ പേര് ഗീതാ മിത്തൽ കമ്മിറ്റി. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതനായത്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ബി സുധീന്ദ്ര കുമാർ ആണ്. ജസ്റ്റിസ് ബി സുധീന്ദ്ര കുമാർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. 89.45 മീറ്റർ ആയിരുന്നു ഡിസ്റ്റൻസ്. 89.45 മീറ്റർ. ഏത് മെഡലാണ്? വെള്ളി മെഡലാണ് നേടിയത്. ഇനം ജാവലിൻ ത്രോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീം? വെങ്കല മെഡൽ പുരുഷ ഹോക്കിയിൽ നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് INNYY1. INNYY1. 2024 രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിൽ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുത്തത്? മികച്ച ലോങ് ഡോക്യുമെന്ററി വസുദൈവ കുടുംബകമാണ്. വസുദൈവ കുടുംബകം. 2024 ഓഗസ്റ്റിൽ SBI ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? SBI ചെയർമാൻ ആരാണ്? ചാല ശ്രീനിവാസലു ശെട്ടിയാണ്. ചാല ശ്രീനിവാസലു ശെട്ടി. ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? ഡൽഹി മുഖ്യമന്ത്രി അദീഷിയാണ്. അദീഷി. 2024 പാരാലിമ്പിക്സ് അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം? 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹർവിന്ദർ സിംഗ്. ഇനമേതാണ്? അമ്പെയ്ത്താണ്. സ്വർണ്ണ മെഡലാണ് ലഭിച്ചത് ഹർവിന്ദർ സിംഗ്. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത്? MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് AC ആനന്ദ് ദർശൻ ശങ്കറാണ്. AC ആനന്ദ് ദർശൻ ശങ്കർ. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത്? ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് P. ഹരീഷ് ആണ്. P. ഹരീഷ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. ഒരു വെള്ളി 5 വെങ്കലം. ഒരു വെള്ളിയും 5 വെങ്കലവുമാണ് നേടിയത്. ഇന്ത്യയുടെ സ്ഥാനം 71. 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി? 2025 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ലാപത ലേഡീസ് ആണ്. ലാപത ലേഡീസ്. 2024
ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം? 2024 ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. സ്പേസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നാളികേര വികസന ബോർഡിന്റെ 2023-24 വർഷത്തെ 2ാം പാദ റിപ്പോർട്ട് പ്രകാരം നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം, നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണ്. 2ാം സ്ഥാനം തമിഴ്നാട്, കേരളത്തിൻ്റെത് 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനമാണ് കേരളത്തിന്. 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 2022 54ാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തിയാണ്. മിഥുൻ ചക്രവർത്തി. മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ്. ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡും ദേശീയ തലത്തിൽ 1ാം സ്ഥാനവും നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര്. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരാണ് ജൻ പോഷൻ കേന്ദ്രം. പേര് ജൻ പോഷൻ കേന്ദ്രം. ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന്റെ വേദി. ലോക വ്യാപാര സംഘടനയുടെ 13ാം മന്ത്രിതല സമ്മേളനത്തിന്റെ വേദി അബുദാബി. മലയാളിയായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് എതിരല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്? മലയാളിയായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നുമാണ്. മധ്യപ്രദേശ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോയാണ്. ഗ്ലാസ്ഗോ. യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ. യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സദ്ഭവ് എന്നത്. ഓപ്പറേഷൻ സദ്ഭവ്. ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റയാണ്. നോയൽ ടാറ്റ. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ. കുമരകവും കടലുണ്ടിയുമാണ്. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം, കടലുണ്ടി. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയമാണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നത്. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. 2024 കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? 2024 കോളറ പ്രതിരോധിക്കുന്നതിനായിട്ട് ഭാരത് ബയോടെക് ഏതാണ്? ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിനാണ് ഹിൽകോൾ. വാക്സിന്റെ പേര് ഹിൽകോൾ. വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. എന്തിനെ പ്രതിരോധിക്കുന്നതിനാണ്? കോളറ പ്രതിരോധിക്കുന്നതിനായിട്ട്. വാക്സിന്റെ പേര് ഹിൽകോൾ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക സ്മരണികയായി പ്രകാശനം ചെയ്ത ശബ്ദപുസ്തകം ഏതാണ്? ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്നതാണ് ശബ്ദപുസ്തകം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക സ്മരണികയായിട്ട് പ്രകാശനം ചെയ്ത ശബ്ദപുസ്തകമാണ് ആ കുട്ടി ഗാന്ധിയെ തൊട്ടു എന്നത്. സംസ്ഥാന സ്കൂൾ കായികമേള 2024 ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ്. സംസ്ഥാന സ്കൂൾ കായികമേള 2024 ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണൻ. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖ്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേര്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് വിറ്റ്നസ്. ആരുടെ ആത്മകഥയാണ്? സാക്ഷി മാലിക്.
2024 ഓഗസ്റ്റിൽ അറസ്റ്റിലായ ടെലിഗ്രാമിൻ്റെ സിഇഒ 2024 അറസ്റ്റിലായ ടെലിഗ്രാം സിഇഒ ആണ് പവേൽ ഡുറോവ് എന്നത്. പവേൽ ഡുറോവ്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മധാപർ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മധാപർ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? 171ാമത്തെയാണ്. 171. വനിതാ ശിശുവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി. വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നഗരം മൂവാറ്റുപുഴയാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നഗരം. മൂവാറ്റുപുഴ. ശുക്രനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യം. ശുക്രനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. വീനസ് ഓർബിറ്റർ മിഷൻ. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ്? ശുക്രനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. മാർക്ക് റൂട്ടെ. 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഭുഞ്ച് സ്മൃതിവനമാണ്. ഗുജറാത്തിലെ ഭുഞ്ച് സ്മൃതിവനമാണ് 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഭുഞ്ച് സ്മൃതിവനം, ഗുജറാത്ത്. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത് 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നു. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ബാങ്ക്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക്. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ശലഭം. പദ്ധതിയുടെ പേര് ശലഭം. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപ്പാളി. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണപ്പാളിയാണ് ഗോൾഡിൻ. 2024 രാജ്യാന്തര യോഗാ ദിനത്തിൻ്റെ പ്രമേയം. 2024 രാജ്യാന്തര യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഏത് വർഷം മുതലാണ് UN മെയ് 25 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? 2024 അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? മെയ് 25. 2024 മുതലാണ് ആചരിക്കുവാൻ തുടങ്ങിയത്. നാഷണൽ സ്പേസ് ഡേ ആയി ആചരിക്കുന്നതിന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസം. നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് 23. നാഷണൽ സ്പേസ് ഡേ ഓഗസ്റ്റ് 23. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി. 10 രൂപയ്ക്ക് കുപ്പിവെള്ളം. സുജലമാണ്. സുജലം പദ്ധതി. 2024 ജനുവരിയിൽ ഇന്ത്യ വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച ദീർഘകാല കരാറിൽ ഒപ്പിട്ട രാജ്യം.
നേപ്പാളാണ്. 2024 ജനുവരിയിൽ ഇന്ത്യ വൈദ്യുതി വ്യാപാരവുമായിട്ട് സംബന്ധിച്ച് ദീർഘകാല കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാണ്? നേപ്പാൾ. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ്? 2024 ജനുവരി 6 ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ച ഡേറ്റ് എന്നാണ്? 2023 സെപ്റ്റംബർ 2 അത് ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ്? 2024 ജനുവരി 6 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസിയാണ്. ഡോക്ടർ എസ് ഫൈസി. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത. അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ഷീന റാണിയാണ്. ഷീന റാണി. നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. നീതി ആയോഗ് CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്. ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നന്ദിയോടാണ്. തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച പഞ്ചായത്ത്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യത്തെ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്നാണ്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യത്തെ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്തുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്തുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമറാണ്. ഓപ്പൺഹൈമർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റഫർ നോളനാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പൺഹൈമർ. മക്കൾ വളർത്തി അല്ലെങ്കിൽ കൂൺതാണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. പരപ്പിയമ്മ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം ഇതുവരെ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ 2023. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ റഹത്കർ ആണ്. വിജയ കിഷോർ റഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം. 2024 ജൂണിൽ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായ കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ്? S. മണിക്കുമാറാണ്. S. മണിക്കുമാർ. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷനായിട്ട് നിയമിതനായ S. മണിക്കുമാർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപയാണ്. 346 രൂപ. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത PT ഉഷ. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ്
525 നാണയം. മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത് 525 നാണയം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കുസാറ്റ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. 2024 മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? സ്നേഹാരാമമാണ്. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. 2024 മാർച്ചിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പദ്ധതി. ഖത്തർ ലോകകപ്പിലെ ജേതാക്കൾ അർജന്റീന, റണ്ണറപ്പായത് ഫ്രാൻസ് ആണ്. അവസാനത്തെ ചോദ്യം, ലോക ORS ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക ORS ദിനം ജൂലൈ 29 ലോക ORS ദിനം ജൂലൈ 29. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.